എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ വികസിത് ഭാരത് 2047 എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. നീതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന. കേരളവും തമിഴ്നാടും ഉൾപ്പെടെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും മമതാ ബാനർജി ഇറങ്ങിപ്പോവുകയും ചെയ്തതിന് ഇടയിലാണ് പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നത്. 100 വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന മഹാമാരിയെ ഞങ്ങൾ പരാജയപ്പെടുത്തി. നമ്മുടെ ജനങ്ങൾ ആവേശവും ആത്മവിശ്വാസവും നിറഞ്ഞവരാണ്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ വികസിത് ഭാരത് 2047 എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകും. വികസിതമായ സംസ്ഥാനങ്ങൾ കൂടി ചേരുമ്പോൾ വികസിതമായ ഭാരതമായി മാറും. വികസിത് ഭാരത് 2047 ഓരോ ഇന്ത്യക്കാരന്റെയും അഭിലാഷമാണ്. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ സംസ്ഥാനങ്ങൾക്ക് സജീവമായ പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് മാറ്റത്തിന്റെയും സാങ്കേതികവും ഭൗമരാഷ്ട്രീയവുമായ അവസരങ്ങളുടെയും പതിറ്റാണ്ടാണ്. ഇന്ത്യ ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയും നമ്മുടെ നയങ്ങൾ അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമാക്കുകയും വേണം. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ചവിട്ടുപടിയാണിതെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതേസമയം NDA സഖ്യകക്ഷി കൂടിയായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും നിരവധി പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും ശനിയാഴ്ചത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. നിതീഷിനു പകരം അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരിയും വിജയ്കുമാർ സിൻഹയുമാണ് ഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തത്. എന്നാൽ നിതീഷ് പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല. പ്രതിപക്ഷ നിരയിൽ നിന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തെങ്കിലും ബംഗാളിൽ കേന്ദ്ര ഫണ്ട് നിഷേധിക്കുന്ന വിഷയം ഉന്നയിച്ചപ്പോൾ മൈക്ക് നിശബ്ദമാക്കിയെന്നാരോപിച്ച് അവർ ഇറങ്ങിപ്പോയിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഇവർക്ക് പുറമെ ആന്ധ്ര മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവരും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. കേന്ദ്ര ബജറ്റിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന കാരണത്താലായിരുന്നു ഈ ബഹിഷ്കരണം. കേന്ദ്ര ബജറ്റ് അങ്ങേയറ്റം വിവേചനപരവും അപകടകരവുമായിരുന്നു. കേന്ദ്ര സർക്കാർ പാലിക്കേണ്ട ഫെഡറലിസത്തിന്റെയും നീതിയുടെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണിത്. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്നായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. NDA സർക്കാർ രൂപീകരണത്തിന് സഹായിച്ച TDP, JDU എന്നീ കക്ഷികൾ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കായി വമ്പൻ പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത്. പണപ്പെരുപ്പം പരിഹരിക്കുന്നതിനോ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനോ ബജറ്റ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 ബജറ്റുകൾ പോലെ സാധാരണക്കാരുടെ ആശങ്കകൾ അകറ്റുന്ന ഒരു പ്രഖ്യാപനവുമില്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. തൊഴിൽ സൃഷ്ടിക്കൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സർക്കാർ വൈകി തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രഖ്യാപനങ്ങൾ തീർത്തും ആത്മാർത്ഥതയില്ലാത്തതും ഗൗരവമില്ലാത്തതുമാണെന്ന് KC തുറന്നടിച്ചിരുന്നു.